നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനത്തിൽ നിങ്ങൾ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അച്ഛൻ ഇവിടെ കടന്നു വരുന്നതും അച്ഛൻ ശുശ്രൂഷിക്കുന്നതും നമുക്ക് അനുഗ്രഹമാണ്. അച്ഛൻ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതൊരു കൃപയാണ്. ഹല്ലേലൂയ. പ്രിയ ആൻറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു. കൊച്ചുമക്കൾ വരുന്ന ഒരു സന്തോഷമാണ്. അവർ നമ്മളോട് ആയിരിക്കുന്ന അനുഗ്രഹമാണ്. യാത്രയോർത്ത് പ്രാർത്ഥിക്കണം. ബ്ലെസ്സിയും കുഞ്ഞുങ്ങളും 20-ാം തീയതിയാണ് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത്. പ്ലെയിന് തടസ്സമില്ലെങ്കിൽ 20-ാം തീയതി വരും. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ യാത്രയിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം മാസയോഗത്തിൽ നമ്മുടെ ഒരു പാസ്റ്ററുടെ കുഞ്ഞ് രാജസ്ഥാനിൽ നിന്ന് കോളേജൊക്കെ അടച്ചു, നഴ്സിംഗ് പഠിക്കുകയാണ്. വരാൻ ടിക്കറ്റ് ഇല്ലാതെ ഭാരപ്പെടുന്നു. കാരണം അവിടെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അത്രേതായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ സമാധാനത്തിനായി പ്രാർത്ഥിക്കുക. സ്തോത്രം. എൻ്റെ ചിന്തയിലേക്ക് വന്ന ഒരു വേദഭാഗം വായിച്ച് ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചിരിക്കാൻ താല്പര്യപ്പെടുകയാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23 മുതൽ ഉള്ള വാക്യങ്ങൾ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിനൊത്ത് പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ധന്യനായ പൗലോസ് ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ കൊലോസ്യർക്ക് എഴുതുന്ന ഒരു വചനമാണിത്. ഈ വചനം നമ്മളൊന്ന് ധ്യാനിച്ചാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വരത്തുള്ളൂ. വചനം വെറുതെ നമ്മൾ കേട്ട് പോയിട്ട് കാര്യമില്ല. അത് എന്നോടൊന്ന് സംസാരിക്കണമേ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാകണം. നമ്മൾ പ്രസംഗത്തിന് മാർഗിടാനല്ല ഇരിക്കേണ്ടത്. സാക്ഷ്യവാചനത്തിൽ ഒരു വചനം പറഞ്ഞാലും ചിലപ്പോൾ അത് നമ്മളോട് ഇടപെടും. ചിലപ്പോൾ ഈ വചനം ഭയങ്കര ഹൃദിസ്ഥമായിട്ട് നമുക്ക് തോന്നാനിടയായിത്തീരും. ഹല്ലേലൂയ. വചനത്തിന് മാത്രമാണ് ക്രിയേറ്റീവ് പവർ. അതിന് നിർമ്മിക്കാനുള്ള കഴിവുണ്ട്, അതിന് രൂപാന്തരപ്പെടുത്താനുള്ള കഴിവുണ്ട്. യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, കേട്ടോ വിളിച്ചു പറക എന്ന് ഒരുത്തൻ വിളിച്ചു പറയുന്നു. ഞാൻ എന്ത് വിളിച്ചു പറയേണ്ടതെന്ന് ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാണ്. യഹോവയുടെ ശ്വാസം അതിന്മേൽ അടിക്കുമ്പോൾ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, അതേ ജനം പുല്ല് തന്നെ. അടുത്ത വചനം എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിട്ട് അത് നിലനിൽക്കുകയല്ലെന്ന് പറയുമ്പോൾ അടുത്തത് പറയുന്ന വചനം അങ്ങനെ യെശയ്യാവിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിൽക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നിൽക്കുന്നത്, അതാണ് കേൾക്കുന്നത്. നമ്മൾ ഒരു കർത്തൃ ദിവസത്തിൽ വന്നാൽ എന്തെങ്കിലും ഒരു പ്രയോജനം നമുക്ക് ചെയ്യണം കേട്ടോ. ഒരു പ്രോഗ്രസ്, അതല്ല മൈക്രോമീറ്റർ, അത് തീരെ കുറവാണ്. എന്തെങ്കിലും ഒരു പ്രോഗ്രസ് നമ്മുടെ ജീവിതത്തിൽ വേണം. ഹല്ലേലൂയ. നമ്മൾ സന്തോഷത്തിനായിട്ടാണ് ആരാധനയ്ക്ക് വരുന്നത്. ആരാധന കഴിയുമ്പോൾ സന്തോഷം കെടുത്തരുത്. ആരാധന കഴിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ സംസാരിച്ച് ആദ്യമില്ലാത്ത കാര്യങ്ങളും വിമർശനങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയരുത്. സ്തോത്രം. നമ്മുടെ കാര്യമല്ല അത്. നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കണം. എല്ലാവർക്കും വേദനയുണ്ട്, എല്ലാവർക്കും പ്രയാസമുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എല്ലാവരും അതങ്ങ് ഇറക്കി പോവുക. ഹല്ലേലൂയ. വേദനയും പ്രയാസവും ഇല്ലാത്തവരായിട്ട് ആരുമില്ല കേട്ടോ. നമുക്ക് നമ്മുടെ വേദന മാത്രമാണ് വലുത്, അതുകൊണ്ട് നമുക്കത് വലുതായിട്ട് തോന്നും. ഹല്ലേലൂയ. നമ്മുടെ ഒരു പാസ്റ്ററുടെ ഭാര്യ ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ആശുപത്രിയിൽ അഡ്മിറ്റാണ്. സോഡിയം കുറഞ്ഞു പോയിട്ട് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നാമത് പണമില്ല. അപ്പോൾ അത് നമുക്ക് കേൾക്കുമ്പോൾ എന്തൊരു പ്രയാസമാണ്. അപ്പോൾ ആ സോഡിയം കുറഞ്ഞപ്പോൾ നമ്മൾ നോർമൽ അല്ലാതെ സംസാരിക്കും, വർത്തമാനം പറയും. അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ അവരുടെ വേദന, അവർക്ക് എങ്ങനെയെങ്കിലും ആൾ നോർമൽ ആകണം എന്നുള്ളതാ കാര്യം. ഹല്ലേലൂയ. ഓരോരുത്തരും ഓരോ വിഷമത്തിൽ ആയിരിക്കുന്നത്. സ്തോത്രം. യുദ്ധത്തിൻ്റെ മുഖത്തുള്ള ആളുകളുണ്ട്, അവിടെ താമസിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവിടെ ഇന്ന് ആരാധനയുള്ള രാജസ്ഥാനിലും ഗുജറാത്തിലും പഞ്ചാബിലും ലുധിയാനയിലും ഒക്കെ ആരാധനയുണ്ട്. ആരാധനയുടെ മധ്യത്തിൽ ഒരു സൈറൻ്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താവുന്നതോളം നമ്മൾ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ.
ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയാണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, ഏത് കാര്യമാണേലും ദൈവത്തിന് വേണ്ടിയാ ചെയ്യുന്നെന്ന്. അപ്പൊ നമ്മൾ വിചാരിക്കും സഭയിലുള്ള കാര്യവും സഭായോഗത്തിന് വരുന്ന കാര്യമാണ് ദൈവത്തിന് വേണ്ടിയുള്ളതെന്ന്. അത് പറയാൻ കാരണം 3:18 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞേച്ചാണ് ഇങ്ങോട്ട് പറയുന്നത്. അതിന്റെ 3:18 മുതൽ വായിക്കുകയാണ്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും. ഭാര്യമാരോട് ആദ്യം പറഞ്ഞു, ആ പാരഗ്രാഫിൽ അങ്ങനെ പറയാണ്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങണം. അത് ദൈവിക വ്യവസ്ഥയാ. അവിടെ മുതൽ അങ്ങ് തുടങ്ങുക. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാർക്ക് ഞാൻ പലപ്പോഴും പ്രസംഗിക്കുന്നുണ്ട് ഇത്. ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. അടുത്തത് ഭർത്താക്കന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം, അവരോട് കയ്പായിരിക്കരുത്. നമ്മൾ എപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്, ആ ഭാഗം വിടുക. അവരോട് കയ്പായിരിക്കരുത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, അവരോട് കയ്പായിരിക്കരുത്. അടുത്തത്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ എന്ത് ചെയ്യണം? സകലത്തിലും അനുസരിക്കണം. അടുത്തത്, ഇത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. അത് കർത്താവിന്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ, ശിഷ്യന്മാരെന്ന് പറയുന്നത് തിരുവചനം പറയുന്നത്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ സ്നാനപ്പെടുത്തി അവരെ ശിഷ്യരാക്കിക്കൊള്ളണമെന്നാണ്. അപ്പം ദൈവ മക്കളാണ് ഈ ശിഷ്യന്മാർ. അപ്പം നമ്മളിൽ ഈ ഗുണമൊക്കെ കാണണം. നമ്മളിൽ ഈ ഗുണം കാണണം. നമ്മളിൽ ഈ ഗുണം കണ്ടേ മതിയാകത്തുള്ളൂ. സ്തോത്രം. താഴോട്ട് വായിച്ചെടുത്തത്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. ജോലി ചെയ്യുന്നവരോട് പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞേച്ചാ, നിങ്ങളുടെ യജമാനന്മാരെ എന്ത് ചെയ്യണം? സകലത്തിലും അനുസരിക്കണം. അന്ന് അടിമ വ്യവസ്ഥയുള്ള സമയമാ. സകലത്തിലും അനുസരിക്കണം. ഇതൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാ, വീണ്ടും കയറി വരുന്നതാ. സ്തോത്രം. സകലത്തിലും അനുസരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരു ദിവസം ഒരിടത്ത് ജോലിക്ക് പോയുള്ളതിലും അവരുടെ എന്തെങ്കിലും ചുരണ്ടിക്കൊണ്ട് പോരാനെന്നുള്ള ചിന്തയാകരുത് നമുക്ക്. സ്തോത്രം. കാരണം നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അവരെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? യജമാനന്മാരെ പറയാണ്, വായിച്ചു. സകലത്തിലും അനുസരിക്കണം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ എന്താ? മനുഷ്യരെ കാണിക്കാൻ വേണ്ടി, ഫോർമാലിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. വായിച്ചു. ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട്. ഇത് സുവിശേഷത്തിന്റെ കാര്യമല്ലാട്ടോ പറയുന്നത്, ജോലി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞേച്ചാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ജോലി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞേച്ചാ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വളരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്നവരുണ്ട്. ആ 5 മണി എന്നുള്ളൊരു സമയം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആൾ റെഡിയായിരിക്കും. ചില പെയിൻറ്റിങ് തൊഴിലാളികളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ കലക്കുമ്പോൾ കൂടിപ്പോവും. അവസാനം സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടിച്ചു തീർക്കാൻ പറ്റുകയില്ല. ഈ അന്യായ വിലയ്ക്ക് മേടിച്ച പെയിൻറ്റ് അവർ തപ്പും തൂവും നോക്കി വെച്ച് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോട്ടോ കാട്ടിലോട്ടോ ഒഴിച്ചു കളഞ്ഞിട്ടുള്ള അനുഭവവും എൻ്റെ ജീവിതയാത്രയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നശിപ്പിച്ച് കളയുക. സ്തോത്രം. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ച്, അതുകൊണ്ടാണ് അവർ പറയുന്നത്. എന്താ പറഞ്ഞത്? ഇപ്പൊ വായിച്ച് ദൃഷ്ടിസേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്രേ അനുസരിക്കേണ്ടത്. സ്തോത്രം. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് അത് പറഞ്ഞേച്ചാണ് പറഞ്ഞത്. സ്തോത്രം. നമ്മൾ ചെയ്യുന്നതൊക്കെയും എല്ലാവരും ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുന്നതൊക്കെയും, നമ്മുടെ രവീന്ദ്രൻ പേര് സ്റ്റൗ നന്നാക്കാൻ പോകുന്നുണ്ട്, അവിടെ സുവിശേഷവും പറയുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷെ ആ സ്റ്റൗ നന്നാക്കുക എന്ന് പറഞ്ഞാലും അത് എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞേ? അവർക്ക് വേണ്ടിയോ നമുക്കെന്തെങ്കിലും കിട്ടുമെന്നുള്ള ചിന്തയിലല്ല, കർത്താവിനെന്ന പോലെ. സ്തോത്രം. ഹല്ലേലൂയ. ഏതൊരു കാര്യം ചെയ്താലും കർത്താവിനെന്ന പോലെ. നമ്മുടെ ജോലി കാര്യങ്ങൾ, നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിനെന്ന പോലെ ചെയ്യണം. ഇവിടെ ഒരു കാര്യം ചെയ്താലും കർത്താവിനെന്ന പോലെ ചെയ്യണം. ഹല്ലേലൂയ. കർത്താവിനെന്ന പോലെ നമ്മളൊരു തീരുമാനം എടുക്കുക. നമ്മൾ എന്ത് ചെയ്താലും, വീട്ടിലൊരു കാര്യം ചെയ്താലും എല്ലാം ഭംഗിയായിട്ട് ചെയ്യണം.
ഒരു മുറ്റം തൂത്താലും അത് ഭംഗിയായിട്ട് ചെയ്യണം, പെര തൂത്താലും ഭംഗിയായിട്ട് ചെയ്യണം, പാത്രം കഴുകിയാലും ഭംഗിയായിട്ട് ചെയ്യണം. ഞാനൊരു പുസ്തകത്തിൽ ഒരിക്കൽ വായിച്ചു, ഒരു പാത്രം കഴുകുന്ന ഒരു സ്ഥാപനത്തിലെ പാത്രം കഴുകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, ദിവ്യ സേവനം ദിവസം 3 പ്രാവശ്യം ഇവിടെ നടത്തപ്പെടുന്നെന്ന്. ദിവ്യസേവനം എന്ന് പറഞ്ഞാൽ എന്തുവാ? അവിടെ പാത്രം കഴുകുന്ന, ബൈബിൾ കോളേജിലെ ഒക്കെ പാത്രം കഴുകുന്ന സ്ഥലമാണ്. ആ പാത്രം കഴുകുന്ന സ്ഥലത്തെ അവരെഴുതി വെച്ചേക്ക് ആ ചെയ്യുന്ന കാര്യം എന്താണ്? ദിവ്യസേവനമാണ്. അപ്പോൾ നമ്മുടെ ആ സഹോദരിമാർ പാത്രം കഴുകുക എന്നൊക്കെ പറയുന്നത് ദിവ്യ സ്നേഹമാണ്. അതുകൊണ്ട് വിമ്മൊക്കെ ഇട്ട് ശരിക്ക് കഴുകിക്കൂ. കാരണം അതൊരു ദിവ്യ സേവനമാണ്. മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി നാം ചെയ്യുന്നതായ കാര്യമാണ് ദിവ്യ സേവനം. ഇപ്പം ഈ ദിവ്യ സേവനം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഡിസ്പോസിബിൾ പ്ലേറ്റൊക്കെ ഡിസ്പോസിബിൾ ഗ്ലാസ് മേടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വലിയ സേവനമൊന്നും വേണ്ടെന്ന്. ഹല്ലേലൂയ. അങ്ങനെ വലിയ സേവനമൊന്നും വേണ്ട. നമ്മൾ ചട്ടിയിൽ പള്ളി കഞ്ഞി കുടിച്ചിട്ടുള്ളവരാ. ഞാൻ പള്ളിയിൽ ഇങ്ങനെ നിലത്ത് കുഴി കുത്തിയിട്ട് ദുഃഖവെള്ളിയാഴ്ച വില വെച്ച് തന്ന് കഞ്ഞി കുടിച്ചിട്ടുള്ളതാണ്. കാരണം ഒത്തിരി ആളുള്ളതുകൊണ്ട് പിള്ളേർക്ക്, ഞങ്ങൾ തൻ്റെ സ്കൂളിൽ പിള്ളേരായിരിക്കുമ്പം നിരനേരം പള്ളിയുടെ മുറ്റത്ത് കുഴി കുത്തും, എന്നിട്ട് ഇല വെക്കും. കാരണം അന്നില്ല. സ്തോത്രം. ഇന്നിപ്പോൾ നമുക്കെല്ലാം ഉണ്ട്. സ്തോത്രം. അപ്പം നാം എന്ത് ചെയ്താലും, എല്ലാവരും ഒന്ന് കേൾക്കണേ, ജോലി ചെയ്യുന്ന ആളുകളോട് പറയുക, എന്ത് ചെയ്താലും കർത്താവിനെന്ന പോലെ ചെയ്യണം. ഏറ്റെടുക്കാൻ പറ്റുമോ? എന്ത് ചെയ്താലും. ഒത്തിരി ശാസ്ത്രമല്ല, ആത്മീയകാരം പറയാനുള്ള ഈ കാര്യമാണെന്നാണ് പറയുന്നത്. ഇത് ശരിയായാലേ ശരിയാകത്തുള്ളൂ. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ക്രമപ്പെട്ടാലേ നമുക്ക് സഭയിലും ഒരു നന്മയുണ്ടാവുള്ളൂ. വീട്ടിൽ സമാധാനത്തോടും സ്വസ്ഥതയോടും ജീവിക്കണം. വീട്ടിൽ യോഗ്യമായി ജീവിക്കണം. വീട്ടിൽ പറയുന്ന വാക്കുകൾ പാഴ്വാക്കുകൾ പറയരുത്. ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് അഹങ്കാരത്തിൻ്റെ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരരുത്. കാരണം എല്ലാ അഹങ്കാരികളുടെയും നെറുക ദൈവം തമ്പുരാൻ തകർക്കുമെന്നാണ് വചനം ശരിക്ക് പഠിച്ചാൽ അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം വരരുത്. നെബൂഖദ്നേസർ ഒരു ദിവസം പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്തിനായി പണിത മഹദിയാം ബാബേൽ അല്ലയോ എന്ന് പറയാൻ തുടങ്ങിയതേ ഉള്ളൂ. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഞാൻ നിന്നെ എന്ത് ചെയ്യും? മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുമെന്ന്. ഹല്ലേലൂയ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുന്ന ലൂസിഫറിന് പറ്റിയ കാര്യം എന്താ? അവൻ ഒന്നും ചെയ്തില്ല. അവൻ്റെ ഹൃദയത്തിൽ അവൻ പറഞ്ഞു, ഞാൻ ഉത്തരദിക്കിൽ എന്ത് ചെയ്യും? ഇരുന്നഴുതും. വേറെ അവൻ പോയില്ല കേട്ടോ. ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന്, എൻ്റെ സിംഹാസനം ഞാൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ വെക്കുമെന്ന് അവൻ ആരോടെങ്കിലും പറഞ്ഞോ? ആരോടും പറഞ്ഞില്ല, തന്നോട് തന്നെ പറഞ്ഞു. അപ്പം നമ്മുടെ ഹൃദയത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവം തമ്പുരാൻ അറിയുമ്പോഴത്തെ കാര്യം ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം പറയുകയും നിരൂപിക്കുകയും ചിന്തിക്കുകയും പല്ലുകടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ചിന്തിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. എത്ര ഭയങ്കരമാത്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ പറയുക, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യണം. ഹല്ലേലൂയ. അടുത്ത വായിച്ചേ. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും, അവിടെയും പറയുന്ന ഒരു കാര്യമുണ്ട്. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും. വളരെ ശ്രദ്ധിച്ചേ. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യാൻ പറഞ്ഞു. ഇവിടെ കോരിന്ത് ലേഖനത്തിൽ പറയുക, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യണം. എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യണം. നമ്മുടെ ഏത് കാര്യം ചെയ്താലും അതിനകത്തൊരു ദൈവമഹത്വം ഉണ്ടാകണം. ഞാൻ പറയട്ടെ, തുണി തേച്ചുകൊണ്ടിരിക്കുകയാണേലും ഒരു ദൈവിക ലൈൻ, ഒരു പാട്ടങ്ങ് പാടിക്കൊണ്ടിരുന്നാൽ അതിനകത്തൊരു ദൈവിക മഹത്വമില്ലേ? നമ്മൾ ഏതൊരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും ദൈവിക മഹത്വമായിട്ട് ചെയ്യരുതോ? പാത്രം കഴുകുമ്പോൾ ചെയ്യാം, തുണി അലക്കുമ്പോൾ ചെയ്യാം, മിറ്റം തൂക്കുമ്പോൾ ചെയ്യാം. നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി സിനിമാ പാട്ടല്ല വരേണ്ടത്, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. സ്വർഗം അത് കാണുന്നുണ്ട് കേട്ടോ. സ്വർഗം അത് കാണും. സ്വർഗം അത് കണ്ട് നിന്നെ അനുഗ്രഹിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ദാവീദിനെ
രാജസ്ഥാനത്ത് വരാനതിന് മുമ്പ് അപ്പൻ സമ്മതിച്ചില്ലായിരുന്നു. ശമൂവേൽ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിൻ്റെ മക്കളെല്ലാവരും ആയോ എന്ന്. ഇനി ഒരുത്തനുണ്ട്. അത് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്ന് വെച്ചാൽ അവൻ യൂസ്ലെസ് ആണെന്നുള്ള ചിന്തയിൽ. ഇനി ഒരുത്തനുണ്ട്, അവൻ എവിടാ? മരുഭൂമിയിൽ ആടുകളോടൊപ്പമാണ്. ശമൂവേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ വന്നല്ലാതെ ഞാൻ പന്തിക്ക് എന്ത് ചെയ്യല, ഇരിക്കത്തില്ല. അവൻ വന്നിട്ടല്ലാതെ പന്തിക്ക് ഇരിക്കത്തില്ല. സ്തോത്രം. അവൻ ആടിനെ വിട്ടേച്ച് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ ആ ഉപകരണം കൊണ്ട് അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി അവൻ്റെ മേൽ ചെന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, വേറെ സുനേത്രന്മാരില്ലാഞ്ഞിട്ടല്ല, വേറെ ആരും ഇല്ലാഞ്ഞിട്ടല്ല. ദൈവത്തെ അവൻ അവൻ്റെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, അവൻ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ഒരു ദിവസം ദുഃഖത്തോടെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ പാടിയിട്ടുണ്ട്. കാരണം എൻ്റെ അപ്പനും അമ്മയും ഹല്ലേലൂയ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ തിരുവല്ലായി വളർന്നതാണ്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് വല്യപ്പനും വല്യമ്മയും പറയുമായിരുന്നു, പഠിച്ചില്ലെങ്കിൽ ചാണകം വാരാൻ വിടുമെന്ന്. ചാണകം വാരാൻ വിടുമെന്ന് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, പാടത്ത് കന്നുകാലികളെ അഴിച്ചു വിടും. എന്നിട്ട് കഴിവുള്ളവർ വൈകുന്നേരം കൊട്ടയം കൊണ്ട് പോയി ആ കണ്ടത്തിൽ കിട്ടേണ്ട ചാണകമാണ് അവിടുന്ന് തിന്നുന്ന പുല്ല. പക്ഷേ അത് അപ്പോൾ ഓരോരുത്തരും വാരിക്കൊണ്ട് പോരും അവരവരുടെ. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് സ്തോത്രം, ഓരോരുത്തരും ചെയ്യുന്നതിന്, സ്തോത്രം, ഓരോരുത്തരും ചെയ്യുന്നതിന് അതിൻ്റെതായ ഫലം നമ്മൾ പ്രാപിക്കും. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഒരുത്തൻ ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവത്തിന്. ഈ ദാവീദ് അവിടെ ഇരുന്ന് അവന്റെ കിന്നരമൊക്കെ വായിച്ചിരുന്നത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയത്തില്ല. ദാവീദ് ഈ കിന്നരം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കൽ കരടി വന്നത്, ഒരിക്കൽ സിംഹം വന്നത്. ദൈവത്തിന്റെ അഭിഷേകം അവന്റെ മേൽ വരുവാനിടയായി തീർന്നു. അവൻ അതിനെ കീറിക്കളഞ്ഞുള്ള പരിചയം. ഹല്ലേലൂയ. അവനൊരു ഗോലിയാത്ത് എന്ന് പറയുന്ന അവന്റെ കാര്യത്തിൽ ഒന്നുമല്ല. ശൗല് ചോദിച്ചപ്പോൾ പറഞ്ഞുണ്ട്, ഒരിക്കലും കരടി വന്നു, ഞാൻ അതിനെ കീറിക്കളഞ്ഞു, എൻ്റെ ബലത്താലല്ല ദൈവത്തിൻ്റെ ബലത്താൽ. ഒരിക്കൽ സിംഹം വന്നു, ഞാൻ അതിൻ്റെ വായിൽ നിന്ന് വിടുവിച്ചു. സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? അത്യന്തമായൊരു ശക്തി, അത്യന്തമായൊരു അഭിഷേകം അവൻ്റെ മേൽ അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകും. നമ്മുടെ ജീവിതയാത്രയിൽ ലഭിക്കുന്ന സമയം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും, പോകുന്ന വഴിയിൽ അതിനുവേണ്ടി തലയെ മുണ്ടിട്ടുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നീ പോകുന്ന വഴിയിലും വാഹനം ഓടിക്കുമ്പോഴും നിനക്ക് ലഭിക്കുന്ന സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തോട് ഇടപെടും. നീ ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞ് പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തോട് ഇടപെടും. ആ പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തോട് ഇടപെടുമ്പോൾ നീ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അപ്പം നിന്റെ മേൽ വരുന്ന എല്ലാ കരടിയും എല്ലാ സിംഹത്തെയും ദൈവത്തിന് നീക്കിക്കളയാനിടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്യന്ത ശക്തി. ഹല്ലേലൂയ. ഏത് സമയവും നമ്മൾ മറ്റു കാര്യങ്ങളിലാണ് വ്യാപൃതരാകുന്നെങ്കിലും, മറ്റു പലരുടെയും കുറ്റമാണ് വിളിച്ചു പറയുന്നതെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച കുറുവാക്യത്തിലേക്ക് മടങ്ങി വന്നങ്ങ് അവസാനിപ്പിച്ചേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല, കർത്താവിനെന്ന പോലെ ചെയ്യണം. ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ട് പറയുന്നത് എന്നാണെന്നറിയാമോ? 1 പത്രോസ് 4:11 വായിച്ചിട്ട് ബാക്കി ഈ വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. 1 പത്രോസ് 4:11. ഹല്ലേലൂയ. 1 പത്രോസ് 4. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, പത്രോസ് പറയുന്ന കാര്യമാണ്. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നത് പോലെ വേണം അവൻ പറയാൻ. ഞാനും എല്ലാവരോടും തമാശ പറയുകയും എല്ലാവരോടും വളരെ മിങ്കിൾ ചെയ്യുന്ന ആളാണ്. പക്ഷെ പ്രസംഗ സ്റ്റേജിൽ ഞാൻ വരുമ്പോൾ അങ്ങനെ ഇടപെടത്തില്ല. ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്നത് പോലെ പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവോധനം ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ മേലൊരു അധികാരം, ഒരു അഭിഷേകം ദൈവം നൽകും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്നത് പോലെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അരുളപ്പാട്. നമ്മുടെ ഒരേ വായിൽ നിന്ന് ആവശ്യമില്ലാത്തതെല്ലാം വരാൻ പാടില്ല കേട്ടോ. കുറേ നേരം ദൈവത്തെ സ്തുതിക്കും, പിന്നെ കുറേ നേരം പറയാൻ പാടില്ലാത്ത എല്ലാം പറയുന്ന അനുഭവം നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അവർ ദൈവത്തിൻ്റെ അരുളപ്പാടല്ല പ്രസ്താവിക്കുന്നത്, മനുഷ്യരുടെ കൈയടി ലഭിക്കേണ്ടതിന് വേണ്ടി. ഹല്ലേലൂയ. ഒരുത്തൻ പ്രസംഗിക്കുകയാണെങ്കിൽ, സ്തോത്രം, പാപബോധമുണ്ടാകണം, കുറ്റബോധം ഉണ്ടാകണം, ക്രമീകരിക്കപ്പെടേണ്ടത് ക്രമീകരിക്കപ്പെടണം.
ക്രമീകരിക്കപ്പെട്ടേ മതിയാകത്തുള്ളൂ. സ്തോത്രം. ഇല്ലെങ്കിൽ കുറ്റം നമ്മുടെ മേലാകും. അപ്പോൾ ഒരുത്തൻ പ്രസംഗിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നുവെന്ന പോലെയും ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ദൈവം തന്ന പ്രാപ്തിക്കൊത്തവണ്ണം ശുശ്രൂഷിക്കണം. ദൈവം ഓരോ പ്രാപ്തി ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്. ആ പ്രാപ്തിക്കൊത്തവണ്ണം നമ്മൾ ശുശ്രൂഷിക്കണം. പ്രാപ്തി പലർക്കും ഓരോ വാക്യങ്ങളെല്ലാം കാണാതറിയാവുന്നവരുണ്ട്. പാട്ട് നല്ലപോലെ കാണാം. അവരുടെ പ്രാപ്തി അനുസരിച്ച് അവർ ചെയ്യും. ഇതൊന്നും അറിയാൻ വയ്യാത്തവരുണ്ട്. സ്തോത്രം. പ്രാപ്തിക്കനുസരിച്ച് വായിച്ച കുറിവാക്യം വായിച്ച് അവസാനിപ്പിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിന്. 3-ാം അധ്യായം കൊലോസ്യർ 3 നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ്. അവകാശം എന്ന പ്രതിഫലം, നമ്മൾ അധ്വാനിച്ചതിന് പ്രതിഫലം കിട്ടും കേട്ടോ. നമ്മൾ മുടക്കിയ പൈസയ്ക്കൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും. നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി അധ്വാനിച്ചതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടും. സ്തോത്രം. ആരും കൊണ്ടുപോവുകയല്ല. നമ്മുടെ ഓഹരി, നമ്മുടെ പ്രതിഫലം, പ്രൈസ് ദി ലോർഡ്, ആരും കൊണ്ടുപോവുകയില്ല. അടുത്ത വായിച്ച് അവസാനിപ്പിക്കും. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അന്യായം ചെയ്യുന്നവൻ അന്യായം ആര് ചെയ്താലും അതിന് തക്കവണ്ണം എന്ത് ചെയ്യും? ഒത്തത് പ്രാപിക്കും. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനൊന്നുപോലെ ചെയ്യുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.